നമസ്കാരം കുമാർജി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഷർട്ടും തച്ചിരുന്നവരൊക്കെ വെള്ളത്തിലായി പോകുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്, അടുത്ത മുഖ്യമന്ത്രി ഒരു വനിതയായിരിക്കുമെന്ന്. അത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം? അല്ല, പ്രിയങ്ക ഗാന്ധിയാണ് എന്ന് തന്നെയാണ്. അത് വ്യക്തമായ സൂചന തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം കനത്ത പോരാട്ടം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേകളിലെല്ലാം പറയുന്നതും അങ്ങനെ തന്നെയാണ്. LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. മാത്രമല്ല BJP അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും. തൂക്കുമന്ത്രിസഭയ്ക്ക് പോലും സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും എന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരവരുടെ കേന്ദ്ര നേതൃത്വത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് പ്രചരണത്തിന് വേണ്ടി ഇറക്കുന്നത്. താരപ്രചാരകർ എന്നൊക്കെ പറയുമല്ലോ. അതിലിപ്പോൾ LDFിൻ്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ കേന്ദ്ര നേതൃത്വത്തെ ഇറക്കേണ്ട കാര്യമില്ല. പക്ഷേ BJPയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ 2 തവണ കേരളത്തിലെത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട്. ഇനി 4 തവണ കൂടി ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം കേരളത്തിലെത്തുമെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ ഇനി വരും ദിവസങ്ങളിൽ പ്രചരണത്തിന് എത്തുമെന്ന് പറയുന്നു. ഓരോ പഞ്ചായത്തിലും ഈ ദേശീയ നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ട്. ഇതാണ് BJPയുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ കാടിളക്കി ഒരു പ്രചരണം നടത്തുമ്പോൾ UDF അവരുടെ സ്റ്റാർ ക്യാമ്പയിനർമാരായി ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് രാഹുൽ ഗാന്ധി എത്തുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം വന്നില്ല. പകരം ഖാർഗെയാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി, കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരുന്ന രാഹുൽ ഗാന്ധി എത്തി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ഉടുപ്പും തച്ച് ധാരാളം നേതാക്കന്മാരുണ്ട്. VD സതീശൻ, അതുപോലെ തന്നെ K സുധാകരൻ, K മുരളീധരൻ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ നിരവധി ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക്, രമേശ് ചെന്നിത്തല, ഇങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പീഡനാരോപണം ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ അദ്ദേഹവും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചേനെ. ഷാഫി പറമ്പിലടക്കം പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാകാനായി ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് MP മാർ മത്സര രംഗത്തിന് ഇറങ്ങണമോ വേണ്ടയോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ടാകുന്നത്. വലിയ തർക്കത്തിന് ശേഷം അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് KC വേണുഗോപാലിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒക്കെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നു. ആ ഒരു ശ്രുതിക്ക് ഒരു ഉത്തേജനം നൽകുന്ന വാക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, കേരളത്തിന് ഇനി ആവശ്യം ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, വനിതാ മുഖ്യമന്ത്രിയാകാൻ അടുത്ത് പിന്നെ യോഗ്യയായിട്ട് കേരളത്തിൽ ആരാണുള്ളത്? ഇപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനെയും K മുരളീധരനെയും K സുധാകരനെയും ഒക്കെ വെട്ടിമാറ്റി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കരുത്തുള്ള ഏത് വനിതാ നേതാവാണ് കോൺഗ്രസിന്? വനിതാ നേതാക്കൻ ഉണ്ട്, പ്രത്യേകിച്ചും. അല്ല, ഈ പറഞ്ഞവരുടെയൊക്കെ വെട്ടിമാറ്റി, ഈ പറഞ്ഞവരെയൊക്കെ, ഈ സ്ട്രോങ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ വെട്ടിമാറ്റി പുതിയ രംഗത്തേക്ക് വരാനുള്ള, അവരെയൊക്കെ തലപ്പത്തേക്ക് വരാനുള്ള, അങ്ങനെ വരണമെങ്കിൽ ഒന്നുകിൽ ഈ പറയുന്ന വനിതാ നേതാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ MLA മാരുടെ പിന്തുണ വേണം, ഇല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനം വേണം. അങ്ങനെയുള്ള ഏത് വനിതാ നേതാവാണ് ഇവിടെയുള്ളത്? ആകപ്പാടെ ഒരു വനിതാ നേതാവ് ഷമാ മുഹമ്മദ് ഇവിടെ വർത്തമാനം പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ ഷമാ മുഹമ്മദിന് KPCC പ്രസിഡന്റിന് പോലും അറിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യം അല്ല, ഒരു പേരിൻ്റെ ഉള്ള ക്ഷമ തന്നെ അക്ഷമയാണ് എന്നുള്ളതാണ്. അല്ല, പ്രത്യേകിച്ച് ഒരു ക്ഷമയില്ലാത്ത ഒരാളാണ് അവർ. ഇവരുടെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ എന്തായാലും അത്തരത്തിലൊന്നും സംഭവിക്കില്ല. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും അടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു യുക്തിയുടെ പുറത്ത് മാത്രമേ നമുക്കിതിനെ കാണാൻ, ഇങ്ങനെ വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. കാരണം മറ്റെല്ലാവരും തന്നെ പുരുഷന്മാരാണ്. ഇപ്പോൾ VD സതീശനായാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായാലും ഇവരെല്ലാവരും തന്നെ പുരുഷന്മാരാണ്. ഇതിൽ ഒരു സ്ത്രീ ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം തീർച്ചയായിട്ടും അത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. കാരണം
ഹൈക്കമാൻഡിനോട് സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തെങ്കിലും തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ കണക്കിനുള്ള ഒരു നേതാവ് പ്രിയങ്ക ഗാന്ധി മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ഇതിനെ കാണുവാൻ കഴിയുള്ളൂ. പ്രിയങ്ക ഗാന്ധിയും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടോ കേരള രാഷ്ട്രീയത്തിലെ അധികായത്വം കൊണ്ടോ അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം കൊണ്ടോ ഒന്നുമല്ല. അവർ എന്താണ് നെഹ്റു കുടുംബാംഗം എന്ന നിലയിൽ ഈ പറയുന്ന നേതാക്കന്മാരെയൊക്കെ മുകളിലേക്ക് കയറി വരാനുള്ള ഒരു സ്വാധീനം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കാം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച വ്യക്തിത്വം. അല്ലാതെ ഒരു ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനൊന്നല്ല CPIM-ന് പോലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വർഷങ്ങളായി CPIM-ൽ വനിതാ മുഖ്യമന്ത്രിയെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗൗരിയമ്മയെ താഴെയിട്ടു. ഇപ്പോഴിതാ ശൈലജ ടീച്ചറിന് മുഖ്യമന്ത്രി ആകാതിരിക്കാനുള്ള എന്തെല്ലാം കരുനീക്കങ്ങളാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ ശൈലജ ടീച്ചറിനെ പോലെ കരുത്തയായ ഒരു വനിതാ നേതാവിന് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ കോൺഗ്രസ്സിലെ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ എങ്ങനെ മുഖ്യമന്ത്രിയാകാനാണ്? ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെങ്കിൽ അത് BJP-യിൽ നിന്നോ NDA-യിൽ നിന്നോ മാത്രമേ വരാൻ സാധിക്കൂ. കാരണം അതിന് മാത്രമേ, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ഒരു സംഘടനാ സംവിധാനമുള്ളൂ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ദില്ലി തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ആ ദില്ലി തെരഞ്ഞെടുപ്പ് നയിച്ചതാരാണ്? ആ ദില്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരുന്നു? ഇത്രയും വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു ക്യാമ്പയിൻ നയിച്ചതാരായിരുന്നു? ഒരു 1/2 ഡസനോളം കരുത്തരായ നേതാക്കന്മാർ ദില്ലി തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നില്ലേ? അപ്പോൾ എവിടെ നിന്നാണ് വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ ദില്ലി മുഖ്യമന്ത്രി ഉയർന്നു വന്നത്? അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. കേന്ദ്ര നേതൃത്വത്തിന് ആ പാർട്ടി ഘടകത്തിനോട് നിർദ്ദേശിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. മാത്രമല്ല അവർക്ക് വനിതാ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു താനും. അപ്പോൾ ആ രീതിയിലാണ് ഒരു വനിതാ നേതാവിനെ അവർ തിരഞ്ഞെടുത്തത്. അത് എത്ര എളുപ്പമായിട്ടാണ്, ഒരു അപശബ്ദം പോലും ഇല്ലാതെയാണ് ദില്ലിയിൽ വനിതാ നേതാവ് മുഖ്യമന്ത്രിയായി മാറിയത്. അതുപോലെ കേരളത്തിലെ ഏത് മുന്നണിക്കാണ്, ഏത് പാർട്ടിക്കാണ് സാധിക്കുക? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാം. അതുമാത്രമേ തടസ്സമുള്ളൂ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര നേതാക്കന്മാരാണ്? ശോഭാ സുരേന്ദ്രൻ അടക്കം എത്ര നേതാക്കന്മാരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അതെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സർവ്വ യോഗ്യരായിട്ട് ഉള്ളത്? അപ്പോൾ അവർക്ക് കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ തീർച്ചയായും അത് പ്രയോഗത്തിൽ വരുത്താൻ പാർട്ടിക്ക് യാതൊരു തടസ്സവുമില്ല. കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടത് ജനപിന്തുണ മാത്രമാണ്. ഭരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഉണ്ടായില്ല, അത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതായിരിക്കാം BJP-യുടെ പരിമിതി. പക്ഷേ വരികയാണെങ്കിൽ BJP-ക്ക് മാത്രമേ കേരളത്തിന് വനിതാ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ കഴിയൂ എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ വ്യക്തമായി നമുക്ക് നിലവിലുള്ളത് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അല്ലാതെ മറ്റ് എവിടെയെങ്കിലും, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഗൗരിയമ്മയുടെ കാര്യത്താലും കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം, നേരത്തെ അച്യുതാനന്ദൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ജയിച്ചതിന് ശേഷം 2016-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അച്യുതാനന്ദനെ മാറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. തൊട്ട് മുന്നേയും ഇങ്ങനൊരു കരുനീക്കം നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനായിട്ട് കഴിഞ്ഞില്ല. അത് വരുന്നത് ശരിയല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ VS അച്യുതാനന്ദൻ, ആ സമയത്ത് VS അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മാറ്റിയെടുത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് കൊടുത്തത്. ആ ഒരു തരത്തിൽ ഇങ്ങനെയുള്ള ഗിമിക്സുകൾ കാണിച്ച് നടക്കുക. ഇപ്പോൾ KR ഗൗരിയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിച്ചതിന് ശേഷം KR ഗൗരിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് EMS-ൻ്റെ മകനാണെന്ന് തോന്നുന്നു, അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം പോലും പാർട്ടിക്കകത്തുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ചോവത്തി എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് എന്ന് KR ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KK ശൈലജയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് നടന്നവർ തന്നെ അത്രയൊന്നും പുകഴ്ത്തണ്ട എന്ന് പോലും ഇടയ്ക്ക് പിണറായി താക്കീത് കൊടുക്കുന്ന കാര്യങ്ങൾ വരെ എത്തി. ആ വിഷയം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഈ രീതിയിലൊക്കെയും വനിതകളെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അതായത് ഇപ്പം ഇടതുപക്ഷമാണെങ്കിൽ ഇപ്പം നേരത്തെ ലതിക സുഭാഷിൻ്റെ കാര്യം, ഇവിടെ നേരത്തെ സ്ഥാനം അധികാരമൊക്കെ കൊടുക്കാതെ അവർ കുട്ടയിലേക്ക് ചപ്പ് വലിച്ചെറിയുന്നത് പോലെ ചപ്പും ചവറും വലിച്ചെറിഞ്ഞു പോലെ അവരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ തലമുണ്ടനം വരെ ചെയ്ത സാഹചര്യം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ലതിക സുഭാഷിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇനി അടുത്ത എറണാകുളത്തിലേക്ക് പോയാൽ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യം എടുത്താൽ, ദീപ്തി മേരി വർഗീസിന് അധികാര സ്ഥാനം പോയിട്ട് MLA സ്ഥാനത്തേക്ക്
മത്സരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും ഇവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എവിടെയൊക്കെ കാര്യക്ഷമതയുള്ള, ഒരല്പമെങ്കിലും കാര്യക്ഷമതയുള്ള വനിതാ സ്ഥാനാർത്ഥികൾ ഉയർന്നു വരുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ അപ്പോൾ തന്നെ കടക്കൽ വെച്ച് വെട്ടുന്ന ഒരു സാഹചര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നായാലും വലതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ കേന്ദ്രത്തിലെ അധികാരം കിട്ടുന്നില്ല, ഇനിയിപ്പോൾ സംസ്ഥാനത്തിൽ ഉള്ള ഇടത്ത് ഒരു നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കാം എന്ന് വിചാരിച്ചതാകാം ചിലപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് മാത്രമേ നമുക്കിതിനകത്ത് പറയാനുള്ളൂ. അതെ, അപ്പോൾ ആ രീതിയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വന്ന് പറയുകയാണ് ഇവിടെ വനിതാ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞാൽ അതിന് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും, തൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഇവിടെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ മത്സരിക്കാതെ മാറി നിൽക്കുന്നവർക്കായിരിക്കും പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഗവൺമെൻറ്റിൽ നൽകുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി കോട്ട അത് ഹൈക്കമാൻഡിന് റിസർവ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് വരിക ഒന്നുകിൽ KC വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നൊരു ധ്വനി അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അത് അരക്കിട്ടുറപ്പിക്കുകയുമാണ്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.